കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കുളത്തറ എന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. സഞ്ചാരയോഗ്യമായ ഒരു വഴി വേണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നിരവധി നിവേദനങ്ങൾ ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്രയും വളരെ കഠിനമാണ്. ഈ വിഷയമാണ് ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് സഞ്ചാരയോഗ്യമായ വഴി എന്നുള്ളൊരു സ്വപ്നം. നാളിതുവരെയായി അത് പൂവണിഞ്ഞിട്ടില്ല. നിരവധി നിവേദനങ്ങൾ ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, എന്തുമാത്രം ബുദ്ധിമുട്ടിലാണ് ശരിക്കും നിങ്ങൾ? ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. എൻ്റെ മാമ മരിച്ച്. അങ്ങനെ മരണത്തിന് വന്ന സമയത്ത് ഞാനും മോനും കൂടെ വണ്ടിയിലാണ് വന്നത്. അപ്പോഴേ വണ്ടി ഒന്ന് സ്ലിപ്പായി, കാലൊടിഞ്ഞ് പൊട്ടലുണ്ട്. ഇപ്പം അതിന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ഇവിടെ വരുന്നതിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നടന്നു പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ തടത്തിൻ്റെ അവസ്ഥ. 10-40 വർഷമായി ഈ തടം വെട്ടിയിട്ടിട്ട് ഇതിന് ഒരു മെയിൻ്റനൻസ് നടത്തുന്നില്ല. ഇത് ഇത്ര നാളായിട്ട് ഒരു കോൺക്രീറ്റ് പോലും വരുന്നില്ല. എങ്കിൽ നമുക്ക് കാൽനട യാത്രക്കാർക്കായാലും വണ്ടിയിൽ വരുന്നവർക്കായാലും വരാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഇതെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേനും ഇവിടെ വെള്ളക്കൊട്ട ഉണ്ടാകുന്ന ഒരു ഏരിയയും കൂടെയാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് മാത്രമേ നമുക്ക് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് പറയാം. ശരിയാണ്. എൻ്റെ അച്ഛനാണ് ഇവിടെ മരണപ്പെട്ടത്. അപ്പോൾ അച്ഛൻ മരണപ്പെടുന്നതിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഇവിടുന്ന് 1 കിലോമീറ്റർ നമ്മൾ എടുത്തിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ട്. ആംബുലൻസ് ഇപ്പുറത്തോട്ട് വരില്ല, അവിടെ നിൽക്കും. 4 റോഡുണ്ട്. ആ സൈഡിൽ 2 റോഡ്, ഈ സൈഡിൽ 2 റോഡ്. ഒരേ വാർഡ്, ഒരേ പഞ്ചായത്താണ്. നമ്മൾ 1 കിലോമീറ്റർ എടുത്തിട്ട് പോകണം. മരണപ്പെട്ട സമയത്തും ആംബുലൻസ് അവിടെ നിൽക്കും. ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് പോയാണ് ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ടാണ് അടക്കിയത്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അച്ഛനെ നമ്മൾ എടുത്തിട്ട് പോയി അവിടെ അപ്പർ സൈഡിൽ വണ്ടി നിന്നിട്ട് പിന്നെ അങ്ങനെയാണ് എടുത്തിട്ട് പോകുന്നത്. ഇത് നമ്മളിപ്പോഴത്തെ താമസമായിട്ട് ഏകദേശം ഒരു 30 വർഷമായി ഇവിടെ തന്നെ താമസമായിട്ട്. ഞാൻ കാണുന്ന തൊട്ട് ഈ റോഡ് ഇങ്ങനെയാണ്. ഇതുവരെ ഇതിനൊരു മാറ്റമില്ല. പിന്നെ ആ സൈഡിൽ 2 റോഡുണ്ട്. ടോട്ടൽ 4 റോഡുണ്ട്. ഈ അമ്പലത്തിലോട്ട് വരാൻ വേണ്ടിയുള്ള റോഡ് ഇത് തന്നെ 1 കിലോമീറ്റർ ഉണ്ട്. ആ സൈഡിലോട്ട് കോൺക്രീറ്റ് ഉണ്ട്, ഈ സൈഡിലോട്ടും കോൺക്രീറ്റ് ഉണ്ട്. ഈ സെൻട്രൽ ഭാഗം ഒന്നുമില്ല. ഒരു 30 വർഷത്തോളമായി ഇങ്ങനെ നടക്കും. ഇത് പിന്നെ മാമൻ സ്റ്റോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി. ഇപ്പോൾ ഒരു സൈഡ് ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് തളർന്നിട്ടാണുള്ളത്. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കൊണ്ടുപോയത്. എടുത്തിട്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല, അപ്പുറം നിർത്തിയിട്ട് നമ്മൾ എടുത്തിട്ടാണ് പോയത്. മഴക്കാലമായ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ റോഡ് നടന്നു പോകാൻ വരെ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ഇതൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിളക്ക് നടക്കുന്നുണ്ട്. ഈ മഴയായാൽ ഈ റോഡിൻ്റെ മഴ കാരണം ഒരു ഭക്തനും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ പറഞ്ഞതുപോലെ ഇത് ചിറവൂർ വാർഡാണ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡാണ്. ഈ വാർഡ് ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല. അധികാരികൾ മാറി തിരിഞ്ഞ് വരുന്നുണ്ട്. അതിനകത്ത് പാർട്ടി വിഷയമല്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. ചിറവൂർ വാർഡിൽ തന്നെ ഏകദേശം 73 റോഡുകളുണ്ട് ഈ വാർഡിൽ. അതിൽ ചിതറ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു വാർഡാണ് ഈ ചിറവൂർ വാർഡ്. ഇത് ഇതൊരു കണക്റ്റിംഗ് റോഡാണ്. അതായത് കല്ലൂട്ടാൻകുഴിയിൽ നിന്ന് പള്ളിക്കുന്നം വഴി വരുന്ന റോഡിലേക്ക് ചെന്ന് കണക്ട് ചെയ്യുന്ന റോഡാണ്. അല്ലാതെ പകുതി വെച്ച് അവസാനിക്കുന്ന ഒരു റോഡല്ല. സ്കൂൾ കുട്ടികൾ, നിരവധി സ്കൂൾ കുട്ടികൾ ഇതുവഴി തൊട്ട് 500 മീറ്റർ പോലും ഇല്ല ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ. അതിലേക്ക് പോകുന്ന ഈ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം ഇതുവഴി നടന്നാണ് സ്കൂളിൽ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് കുഞ്ഞുങ്ങൾ. ഈ കാണുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഈ റോഡ്, അതിനപ്പുറത്തുള്ള റോഡ്. ചുരുക്കം പറഞ്ഞാൽ ഈ വാർഡിലെ ഒരു റോഡും സഞ്ചാരയോഗ്യമല്ല. ആ വിധത്തിലാണ് കഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞത്, എല്ലാം ഇവിടെ ഒരു മരണം നടന്നിട്ട് ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസ് ഇവിടെ വരാത്ത ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ എങ്ങും കാണത്തില്ല. അട്ടപ്പാടിയിൽ പോലും
കാണാത്തൊരു ദുരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവഗണനയാണ് ഇത്. അവഗണനയെന്ന് പറയുമ്പോൾ തികച്ചും അവഗണനയാണ്. ഇത് അധികാരികൾ ഇത് ശ്രദ്ധയിൽ പെടുത്തണം ദയവ് ചെയ്ത്. അപ്പോൾ ഈ ചാനൽ ഇതിനകത്ത് ഇടപെട്ടതിൽ ഈ നാട്ടുകാരുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അധികാരികളുടെ മുമ്പിൽ ഇത് വന്നാൽ, ഇത് എത്തിച്ചേർന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് എത്തിക്കാനുള്ള എല്ലാ സഹായവും ന്യൂസ് ഏറ്റെടുക്കണമെന്ന് വീടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാൻ ഒരു നിർവാഹമില്ല. സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് തന്നെ നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി പൈസ കൊടുത്ത് ആൾക്കാരെ നിർത്തി ചുമന്ന് വേണം കൊണ്ടെത്തിക്കാൻ. അങ്ങനെ പല വീടുകളും അതാണ് അദ്ദേഹത്തിൻ്റെ വീട് പകുതി വഴിയിൽ നിൽക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് തുച്ഛമായ ഫണ്ടാണല്ലോ ഒരു വീട് വയ്ക്കുന്നതിന്. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി തുക ഉണ്ടെങ്കിലും ആ സാധനം മെറ്റീരിയൽസ് അവിടെ എത്തിക്കുന്നതിന് കഴിയുന്നില്ല. അതാണ് അവസ്ഥ. അതെ, ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഈ വീടിൻ്റെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്, അല്ലേ ചേട്ടാ? ശരിക്കും ഇരട്ടി പൈസ ചിലവാക്കാം. ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ക്ഷേത്രങ്ങളെല്ലാം നാല് വഴിക്ക് റോഡുണ്ട്, പക്ഷെ ഒന്നും ഒരു ഉപയോഗമില്ലാത്ത റോഡുകളാണ്. ഇതൊരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ പോലും ഇറങ്ങി വരത്തില്ല. ഇതൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ സത്യത്തിൽ ഇവിടുത്തെ ഭക്തന്മാർക്ക് വരാൻ വളരെ സാങ്കേതിക ബുദ്ധിമുട്ട്. ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരാൻ പറ്റുന്ന സാഹചര്യം അവർ വരത്തില്ല. കാരണം അവർ ഇവിടെ ഈ തൊഴിൽ ഇറങ്ങി വരാൻ പറ്റില്ല, താന്നു പോകും. ഇവിടെ എത്രയോ വണ്ടികൾ താന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയി ചെന്ന് തള്ളി കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഡിന് കൃത്യമായ വീട് നിർമ്മാണത്തിന് ഈ മേഖലയുള്ള വീടുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. മറ്റു ഭാഗങ്ങളിലെ കേസൊക്കെ നമുക്കറിയില്ല. ഇവിടുത്തെ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് വീട് നിർമ്മാണവും. അതുപോലെ ഈ വാഹനങ്ങൾ വരുന്ന കാര്യങ്ങളിലും ഈ ക്ഷേത്രത്തിൽ ഭക്തന്മാർക്ക് വരാൻ തന്നെ വളരെ സാങ്കേതികമായ ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ കർശനമായിട്ടൊരു നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ഇരട്ടി പൈസ ചിലവാക്കിയാണ്. എന്നാൽ പോലും വാഹനം വരുന്നില്ലല്ലോ. വാഹനം വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒരു സുഖമില്ലാത്ത ഒരാളിനെ കൊണ്ടുപോകണമെങ്കിൽ ചെമന്ന് അങ്ങ് റോഡിൽ കയറും. അവിടെ ഒരു കോൺക്രീറ്റ് തടം അവിടെ വന്നിട്ടുണ്ട്, അവിടെ കയറ്റുക, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോറിൻ്റെ അവിടെ വരിക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വീട് വെച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഞാനും ഇവിടെ ലോഡും കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ലോഡും വണ്ടി തന്നിട്ടുണ്ട്. പാറയും കൊണ്ടുവന്ന് തന്ന് പിന്നെ അതെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുപോയി വീട് പണിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ തന്നെ അവിടെ വഴി 2 റോഡുണ്ട്. 2 റോഡും നമുക്ക് ഒരു ഓട്ടോ ഇറങ്ങി വരത്തില്ല. ഒരു സാധാരണക്കാരനൊരു ഓട്ടോ വിളിച്ച് വരണമെന്ന് വെച്ചാൽ ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ്. ഓട്ടോക്കാരും ഇങ്ങോട്ട് വരുന്നതില്ല. സ്കൂളിൻ്റെ അതുവഴി പോകുന്നത് വെച്ചാൽ അവിടെയും ഇതേ അവസ്ഥയാണ്. റോഡിന് ബുദ്ധിമുട്ടാണ്. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ വളവ് ഇറങ്ങി വരത്തില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഉള്ള എല്ലാവരും സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ ആ റോഡൊന്ന് കയറി നിൽക്കാൻ അവിടെ എപ്പോഴും വെള്ളം ഊറ്റാണ്. ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ 4 സൈഡും കിടക്കുന്നുണ്ട്. ആ അമ്പലത്തിലോട്ട് ആൾക്കാർ ഭക്തർക്ക് വരാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്നവർക്കും വണ്ടിയിൽ പോകുന്നവർക്കും. ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പോൾ വിചാരിക്കും മഴ സമയത്ത് മാത്രമായിരിക്കും നമ്മളിത് പറയുന്നത്. മഴയ്ക്ക് മുമ്പ് വെയിലാകുമ്പോൾ മഴ വരട്ട്, മഴ ആകുമ്പോൾ വെയിൽ വരട്ട്, ഫണ്ട് ഉള്ളപ്പോൾ പണിയാൻ ആളില്ല, ഇതെല്ലാം ഉള്ളപ്പോൾ അവർക്കൊന്നിനും സമയമില്ല. ഇതിന് മെനക്കെട്ട് ഇതിൻ്റെ പിറകെ നടക്കണം. ഇതിന് ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്ന വർഷങ്ങളോളം ഇത് തന്നെ അവസ്ഥ ആണാണ്. ഇത് പിന്നെ പഞ്ചായത്തിൽ എല്ലാ മെമ്പർമാരും കയറാൻ വരുമ്പോൾ വോട്ടിന് വരുമ്പോൾ പറയുന്ന ഫസ്റ്റ് ചെയ്യുന്ന ഈ റോഡാണ്. അത് കഴിഞ്ഞ് അവർ 5 വർഷം കഴിയും അവരങ്ങ് ഇറങ്ങി പോകുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ ഞാൻ കയറിയാൽ ഇതെല്ലാം ഞാൻ ചെയ്യും. ഇവിടെ ഒരു വീട് വെക്കണമെങ്കിൽ ഡിസംബർ തൊട്ട് മാർച്ചിൽ തീർത്തിരിക്കണം. മാർച്ച് ആകുമ്പോൾ വെള്ളവും പറ്റും. ആ അവസ്ഥയിലാണ് ഓരോ വീടും ഇവിടെ കഴിയുന്നത്. മരിച്ചാലും എന്ത് ചെയ്താലും ജനങ്ങൾക്ക് വരാം. ഇന്നത്തെ ഇവിടെ ഈ മരിപ്പ് നടന്നപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു, ഓട്ടോയിൽ വരുന്നവരാരും ഇന്ന് വരരുത്, ഇവിടെ പൂന്തും എന്നാ പറയുന്നത്. ഇന്ന് 17 ദിവസമേ ആയുള്ളൂ മരിച്ചിട്ട്. വരൂല. ഈ മഴ പെയ്താൽ ഓട്ടോ ഇങ്ങോട്ട് വരേയില്ല. എൻ്റെ ഹസ്ബൻഡിനെ തന്നെ കൊണ്ടുപോകാൻ നേരത്ത് എടുത്തോണ്ടാണ് പോയത്. അറ്റാക്ക് വന്നു, എടുത്തോണ്ടാണ് എല്ലാവരും കൂടെ പോയത്. ഒന്നും വരാൻ പാങ്ങില്ല. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും അങ്ങനെ തന്നെ. ഓട്ടോ ഒക്കെ അവിടെ വന്ന് നിൽക്കും, ഇങ്ങോട്ട് ഒന്നും വരത്തില്ല. അവർ ചെയ്യാന്നാണ് പറയുന്നത്. വാഗ്ദാനം ചെയ്യും, തരാമെന്നും പറഞ്ഞുകൊണ്ട് 2 പാർട്ടിക്കാരും ചെയ്യും. ഇത് റോഡ് വേണം. പക്ഷേ പഞ്ചായത്തുകാർ ഓരോ പ്രാവശ്യം അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ വരാൻ പറ്റത്തില്ല. അവിടെ മൊത്തം വണ്ടി പൂന്തിപ്പണിൻ്റെ ചിറ്റപ്പനെ അവിടെ മരിച്ചത്. പക്ഷേ വരാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ നടന്നാൽ വന്ന ഒരു ഓട്ടോകൾ ഇതുവഴി വരത്തില്ല. ഇതുവഴി വരുന്നെങ്കിൽ ഒരുപാട് പാവങ്ങൾക്ക് വരാൻ പല ബുദ്ധിമുട്ടാണ്. 40 രൂപയ്ക്ക് 80-90 രൂപയൊക്കെ ഇതുവഴി ഇങ്ങനെ ചില വഴി വരുന്നെങ്കിൽ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. 1000 പൈസ. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ഈ മഴ സമയത്ത് കുട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, വിടാൻ പറ്റത്തില്ല. ആർക്കും നടന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്കൂൾ വണ്ടി വരത്തില്ല, ഒരു ഓട്ടോ വരത്തില്ല.
ജസ്റ്റ് ഒരു സ്കൂട്ടിയോ ബൈക്കോ പോലും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ആർക്കും ഒന്നിനും ഒരു സുഖമില്ലാണ്ടായാൽ പോലും ഒരു മനുഷ്യർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ആളുണ്ടെങ്കിൽ അവർ തന്നെ ഇവരെ എടുത്ത് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ വണ്ടി വരാൻ. അതാണ് ഏറ്റവും പ്രധാനം. വണ്ടി ഒന്ന് വരണമല്ലോ മോനെ, അത് വണ്ടി വരാൻ പറ്റുന്നില്ല. ഇനി കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറടയോ ചെയ്താൽ വണ്ടി വരാൻ. കാരണം സ്കൂൾ കുട്ടിയെക്കായാലും പെട്ടെന്നൊരു വയ്യായിക ആയാലും എന്ത് വന്നാലും പുറത്തോട്ട് പോകാൻ ആർക്കും മഴ സമയത്ത് നല്ല ഉണക്ക സമയത്ത് മാത്രമേ എങ്ങോട്ടും പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് 4 റോഡുണ്ട്. ഈ വയലിന് അക്കരയുണ്ട്. ഏതെങ്കിലും റോഡ് നമുക്ക് നന്നായി ശരിയാക്കി തരണം. അക്കരെ നിക്കരെ വരാൻ ഇവിടെ ഒരു പാലം ഇട്ട് ആ റോഡ് ശരിയാക്കി തന്നാലും മതി, ഈ റോഡ് ശരിയാക്കി തന്നാലും മതി. ആണ് പാലം ഇട്ട് തരണമെന്നാണ് പറയുന്നത്. പാലം ഇട്ട് ശരിയാക്കി വണ്ടി കയറി വരുന്ന ചോദിച്ചപ്പം പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ പറയുന്നത് ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, അതുകൊണ്ട് ഫണ്ട് അനുവദിച്ചു തരില്ല. ഓരോ മാറി മാറി വരുന്ന എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് വരുമ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ മെമ്പറായിരിക്കും, കോൺഗ്രസ് വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. ഫണ്ടില്ല, അവർ കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് തരുന്നില്ല, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ റോഡ്, ഈ റോഡ് ശരിയാക്കിയാൽ ഇവിടെ ഒരു പാലവട്ടക്കരയ്ക്ക് എത്തിക്കണം. കാരണം ഇതുവഴിയാണ് ഒരുപാട് കൊച്ചുങ്ങൾ ഹൈസ്കൂളിൽ പോകുന്നത്. പിന്നെ ആശുപത്രി എല്ലാം ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ശരിയാക്കുമ്പോൾ അക്കരയും ഇക്കരയും ശരിയാക്കി കിട്ടണം. അതെ, എൻ്റെ വീടും അക്കരെ വീടാണ്. പക്ഷേ ആ റോഡ് അത് വയലേത് ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ കിടക്കുകയാണ്. ആ ഒരു വീട് പോലും ഇപ്പം ഞങ്ങൾ ഒഴിഞ്ഞു പോയി അവിടെ നിന്ന്, താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ കിടക്കുകയാണ് വീട്. വെള്ളവും പിന്നെ പോച്ച വയലിൻ റോഡും കൂടെ ഒരുമിച്ച് കിടക്കുകയാണ്. ഒരു തൊഴിലുറപ്പുകാരെ കൊണ്ട് പോലും ആ റോഡൊന്നും വൃത്തിയാക്കിച്ചിട്ടില്ല. ഞങ്ങൾ 3-ാം വാർഡിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളെ കൊണ്ട് ഓണത്തിന് അവിടെ 3-ാം വാർഡിലെ എല്ലാ റോഡുകളും കാടടിപ്പിച്ചു. പക്ഷേ ഈ ചിറവൂർ വാർഡിലെ ഒരു റോഡുകളും തൊഴിലുറപ്പുകാരെ കൊണ്ട് കാടടിപ്പിച്ചിട്ടില്ല. ആ കണക്കിന് ഇട്ടേക്കാണ്. അപ്പോൾ ഞങ്ങളൊന്നും ഇവിടെ താമസമില്ല, ഞങ്ങൾ അങ്ങ് വേറെയാണ് താമസിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന വീടല്ല. ചിതറ ജംഗ്ഷനിൽ നിന്ന് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് പേരുകേട്ട ഒരു സ്ഥലമാണ് ഈ ചിറവൂർ വാർഡ്. ഈ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് ഈ താഴെ വരെ വരാൻ വേണ്ടി ഹൈസ്കൂളിൽ മുമ്പ് HM ആയിട്ട് ഇരുന്നിട്ടുള്ള കലാവതി ടീച്ചറും ഇവരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ചിതറ എന്ന് ഈ 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഇവിടം വരെ വരാൻ 3 റോഡുണ്ട്. വിശ്വാസ് നഗർ വഴിയിട്ട് പുതിയ റോഡ് വെട്ടി, അത് നമുക്ക് സഞ്ചാരയോഗ്യമല്ല. ചിതറ വന്ന് കല്ലുവട്ടാംകുഴി വഴി ലക്ഷം വീട് വഴി ഇറങ്ങി വന്ന് ഇവിടെ വരാം, ആ ഒരു റോഡും സഞ്ചാരയോഗ്യമല്ല. പിന്നെ ചിതറ എന്ന് പണ്ടേ ഉള്ള റോഡ് ഹൈസ്കൂളിൻ്റെ വഴി തിരിഞ്ഞിറങ്ങി വരുന്ന ഒരു റോഡുണ്ട്, അതും വരത്തില്ല. നടന്നും വരാക്കൂല, ഓട്ടോയിലും വരാക്കൂല. കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരെങ്കിൽ മൊത്തവും തൊളിയും വെള്ളമായിട്ട് കിടക്കുന്നു. ഒരു ഓട്ടോക്കാരും വരില്ല. സാധാരണ ഒരു നല്ല വണ്ടി വരണമെന്ന് വിചാരിച്ചാൽ ഒരു VIP ബന്ധുക്കളായിട്ടുള്ളവർ പോലും വരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വണ്ടി ചിതറ നിട്ടിട്ട് നടന്നിറങ്ങി വരണം. ഒരു മരിപ്പ് വന്നാലും അസുഖം വന്നാലും ചിതറ ഇറങ്ങിയിട്ട് ചിലർക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചിതറ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്നു വരാൻ പാടിയിട്ട് വരത്തില്ല. അമ്മക്ക് തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ ചിതറ എത്തണേന് പ്രസവിക്കുന്ന കണ്ടീഷനാണ്, ഓട്ടോയിൽ പോയാൽ തന്നെ. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കി നമ്മൾ ഒരുപാട് തവണ പഞ്ചായത്ത് ഗ്രാമസഭകളിലൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മളിവിടെ 15 വർഷം കൊണ്ട് ചിതറ താമസിക്കുന്നു, വസ്തു വാങ്ങിച്ച് താമസിച്ചതാണ്. ഇതുവരെ ചിതറ ഒരു റോഡും ശരിയാക്കിയിട്ടില്ല. സൈക്കിളിൽ പോകാനും ഒക്കില്ല, നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ തൊളിയും വെള്ളവും കാരണം കൊച്ചുങ്ങളെ ഷൂവും ഷോക്സും മൊത്തവും തൊളിയായാണ് പോകുന്നത്. ഒരു കേസിൽ ഷൂ എല്ലാം ഇട്ടുകൊണ്ട് പോയിട്ട് ചിതറ ചെന്ന് ആരെങ്കിലും വീട്ടിൽ കയറി കാല് കടി പോകേണ്ട ഒരു സാഹചര്യമാണ് മഴ സമയത്ത്. അല്ലാത്ത സമയത്ത് ഇതുപോലെ സ്കൂളിൽ പോകും കൊച്ചുങ്ങൾ. ആരെങ്കിലും പെരയിടത്തിൽ കൂടാ അല്ലെങ്കിൽ ആരെങ്കിലും വീടിൻ്റെ അതിലേ കൂടാ ഒരറ്റത്തൂടെയൊക്കെ കയറി യൂണിഫോം നനഞ്ഞ് പോവും മിക്കവാറും. അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ തന്നെ AG പഠിക്കുന്ന 2 കൊച്ചുങ്ങളുണ്ട്. വെള്ള ഷോക്സൊക്കെയാണ് ഇട്ടുകൊണ്ട് പോകണം. തൊളിയിൽ ചാടി പോകണ കണ്ട തൊളിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ കൂടെ പോകത്തില്ല. മറ്റേ പിള്ളേർ സിൽപോൺസിൻ്റെ ചെരുപ്പ് ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് കഴിവാൻ. ഷൂ ഒക്കെ ആകുമ്പോൾ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. നമ്മളെ പല വ്യക്തികളും ഇവിടെ ഓട്ടം വിളിക്കും. അപ്പം നമുക്ക് വരാനും ഒക്കൂല, വരാതിരിക്കാനും പറ്റാത്ത കണ്ടീഷൻ. വിളിക്കുന്നത് വേണ്ടപ്പെട്ടവരെ. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കൊണ്ടുപോകാം ഒറ്റ വണ്ടികൾ ഇവിടെ ഇങ്ങോട്ട് വരത്തില്ല. വരാൻ മാത്രക്കുള്ള ബുദ്ധിമുട്ടാണ്. ഈ 3-4 റോഡുകളുണ്ട്. ഒറ്റ റോഡുകളും വെള്ളം ഒലിച്ച് മൊത്തവും മണ്ണും പോയി ഭയങ്കരമായ കല്ലുകൾ ഇങ്ങനെ നിൽക്കും. ടയറൊക്കെ കീറിപ്പോവും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ വിളിക്കുന്ന വ്യക്തിക്ക് ഓട്ടം വരുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. വീട് തൊട്ടടുത്ത് തന്നെ. നമുക്ക് വരാതിരിക്കാൻ പറ്റൂലല്ലോ, നമ്മൾ വാഹനം ഓടുന്നവരല്ലേ. ഈ സ്കൂൾ വണ്ടി തന്നെ വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വരുന്നത്. പിന്നെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വണ്ടികളൊക്കെ വരുമ്പം അവർ
ചാർജൊക്കെ കൂട്ടി ചോദിക്കും റോഡ് എങ്ങനെ വണ്ടി വരും, അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റോഡ് ഏതെങ്കിലുമൊക്കെ റോഡുകൾ പഠിച്ച് കിട്ടിയെങ്കിൽ കൊള്ളാം. പക്ഷേ ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ നമുക്ക് ഭാഗ്യമല്ലേ. ഇത്രയും ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അവിടെ അത്രയും ചെളിയും വെള്ളം. 56 റോഡ് ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കണം. ഞാൻ ചോദിച്ചു 56 റോഡ് ഒരു കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ വേണ്ടിയല്ലേ കൊടുത്തത്? ഇത് 3 എത്തി കോൺട്രാക്റ്റായ റോഡാണ്. ഈ 56 റോഡ് ഒരാളിന് കൊടുക്കേണ്ട കാര്യം എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ 10 വർഷമായി ഞങ്ങൾ ഈ വാർഡിൽ അനുഭവിക്കുകയാണ്. കോൺഗ്രസ് 10 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഈ തീരാൻ പോകുമ്പോൾ ഈ 25 തീരുമ്പോൾ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച് നമുക്ക് ഇറങ്ങി നടക്കാൻ നിവർത്തിയില്ലാത്ത രീതിയിൽ നശിപ്പിച്ച് വെച്ചേക്കാണ് ഈ വാർഡ്. ഈ ചിതറ പഞ്ചായത്തിനകത്ത് 1-ാം നമ്പറാണ് ഈ ചെറുവൂർ വാർഡ് എന്ന് പറഞ്ഞത്. പഞ്ചായത്തുണ്ട്, സ്കൂളുണ്ട്, മറ്റെല്ലാ സ്ഥാപനങ്ങളുണ്ട്. ഈ ചന്തയിൽ ചെന്നാൽ ഇന്ന് ഒരു പ്രാഥമിക കാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ മറവിൽ പോകണം. ഇവിടുത്തെ വാർഡ് മെമ്പറെ കഴിവേട് കൊണ്ടാണ് അത് നടക്കുന്നത്. ഈ വാർഡ് മെമ്പറെ കണക്ക് ഈ കോൺഗ്രസിൻ്റെ ഓരോ മെമ്പർമാർ ഇവിടെ 10 കൊല്ലമായി ഭരിച്ചിട്ട് ഈ വാർഡ് മെമ്പർമാർ കാണിക്കുന്ന പഞ്ചായത്തിൽ ചെന്ന് നമ്മൾ മീൻ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാഥമിക കാര്യം നടത്തണമെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ മറവിൽ പോകണം. ഇത്രയും കഴിവേട്ട ഒരു വാർഡ് മെമ്പർമാർ ഇല്ല ഈ ചിതറ പഞ്ചായത്തിനകത്ത്. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്ക് ചൂലെടുത്തടിക്കുന്നു. ഞാൻ ഒരു BJP കാരനാണ്, നല്ലൊരു BJP കാരനാണ്. ഞാൻ 26 വർഷം ഞാൻ BJP പ്രവർത്തിക്കുന്നവനാണ്. ഞങ്ങൾ അച്ഛൻ ആവശ്യമായിരുന്നപ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ നിവർത്തിയില്ല. ഞങ്ങൾ നിലവിളിച്ച് നിന്ന് പോയി. അച്ഛൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ പിന്നെ ഇവിടുന്ന് എടുത്ത് ആ മഴയത്താണ് കൊണ്ടുപോയി. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ അച്ഛൻ നിലവിളിച്ച് കരഞ്ഞ് ആശുപത്രിയിൽ പോകണമെന്ന്. എന്നിട്ട് ഞങ്ങൾ എടുത്ത ആ പേര് മഴയത്ത് ആ നനവോട് കൂടിയാണ് എൻ്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയത്. രാത്രി ഇതുള്ള കാര്യം പറയാൻ വയ്യ. ഈ കണ്ണുനീരിനെല്ലാം നിങ്ങൾ വില നൽകിയേ മതിയാവുകയുള്ളൂ. കാരണം നിരവധി നാളായിട്ടുള്ള ആവശ്യമാണ് ഇത്. ഒരാളുടെ ആവശ്യം മാത്രമല്ല. ഒരു മനുഷ്യനിവിടെ വരാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ പോലും പറഞ്ഞ് ആട്ടോ വരത്തില്ല, നിങ്ങൾ വരണ്ടെന്ന്. അങ്ങനെ തിരികെ പോയി ഒരുപാട് പേര് തിരിച്ചു പോയേണ്ട അവസ്ഥ വന്നു. പിന്നെ അവിടെ ആട്ടോ താന്നു പോയി. അങ്ങനെ പക്ഷേ എനിക്ക് ഇന്നും ഒരു നോവായിട്ടിരിക്കുന്നു. അച്ഛൻ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ നിസ്സഹായരെ നോക്കി നിന്ന് കൊടുക്കും. ആ മഴയത്ത് നനഞ്ഞ് കൊച്ചുങ്ങൾ കാറിനകത്ത് ചുരുട്ടി വെച്ചാണ് കൊണ്ടുപോയത്. അച്ഛനാണെങ്കിൽ ഒരു തുണി പോലും എടുത്ത് ദേഹത്തിടുമ്പോൾ വേദനയായിരുന്നു. പക്ഷേ അച്ഛനെ എങ്ങനെയും എടുത്ത് ചുരുട്ടി വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി എൻ്റെ അച്ഛനെ കാറിൽ. അത്ര അവസ്ഥയായിരുന്നു നമുക്ക്. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ച്. പക്ഷെ അതുകൊണ്ടാണ് അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഇവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കരുത്. ഗ്രാമവാസികൾ ചിതറ കല്ലൂട്ടാങ്കുഴിയിലേക്ക് എത്താനുള്ള ഒരു പ്രധാന വഴിയാണിത്. കാൽനടയായി പോലും ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നമുക്ക് കാണാം കേട്ടോ, മൊത്തം വെള്ളക്കെട്ടാൽ ഇപ്പോഴും നിറഞ്ഞൊരു പ്രദേശമായിട്ട് തന്നെ ഇത് മാറിയിരിക്കുകയാണ്. ശരിയല്ലേ? ഭയങ്കര യാത്രാ ദുരിതമാണ് ഇവർക്ക് പറയുന്നത്. ഭയങ്കര ദുരിതമാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത്. കാരണം നമുക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു ഉത്തമമായ പരിഹാരം കാണണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരണമെന്നാണ് നമ്മൾ. വാഹനം പോലും നടന്നു വരാൻ പറ്റുന്നില്ല. ബൈക്ക് അവിടെ ഒരു ബൈക്ക് മറിഞ്ഞിരിക്കുകയാണ്. നമുക്കത് ശരിക്കും അവസ്ഥ ഇതൊരു നിത്യ സംഭവമാണ്. ഇവിടെ ഏത് സമയവും വാഹനം ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല. എപ്പോഴായാലും അപകടം പതിയിരിക്കുന്ന കാഴ്ച കണ്ടോ. നമ്മളിപ്പോൾ ഒരു ബൈറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് വാഹനം വന്ന് മറിഞ്ഞത്. അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വീഴുന്നതാണല്ലോ ഇവിടെ ഇങ്ങനെ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ വാർഡിൽ 43 വയസ്സായി കാലഘട്ടം പോലെ ഇവിടെ ജീവിക്കുന്ന ഒരാളാണ്. ചെറുവൂർ വാർഡിൽ. ഈ ചെറുവൂർ വാർഡിനകത്ത് ഇത് കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പോൾ ഒന്ന് റോഡ് ഞാൻ കണ്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരും. ആ ജോലി കഴിഞ്ഞ് വന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ കാല് പൊളിഞ്ഞോ കണ്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് പ്രതിഷേധം ചെയ്യണം? നമ്മൾ ഈ വാർഡ് മെമ്പർക്കെതിരെ പ്രതിഷേധം ചെയ്യണോ? പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ചെയ്യണോ? എന്ത് നമുക്ക് ഈ റോഡ് ഏതെങ്കിലും രീതിയിൽ താഴ്മയായിട്ട് പറയണം. ഏതെങ്കിലും അധികാരികളെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും ഇതൊന്ന് ചെയ്തു തരണം.
ജൂൺ 1-ാം തീയതി അങ്കണവാടി കെട്ടിടത്തും പുതുക്കി പണിയാൻ പൈസ അനുവദിച്ചു പഞ്ചായത്തിൽ. അപ്പോഴും ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഈ കൊച്ചിൻ്റെ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പൈസ അനുവദിച്ചു? കുട്ടികൾ സഞ്ചാരയോഗ്യമായി അവിടെ എത്തിയെങ്കിൽ മാത്രമല്ലേ അങ്കണവാടി കെട്ടിടം വേണ്ടി എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. പഠിക്കാൻ പറ്റുന്നില്ല, എന്തിനു പിന്നെ കെട്ടിടത്തിലേക്ക് പൈസ അനുവദിക്കുന്നു? ആ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും പൈസയുണ്ട്. ഈ പോകുന്ന സ്കൂട്ടി, ബൈക്ക്, കാറ് ഒന്നിനും പോകാൻ പറ്റില്ല. ഇത് ഞങ്ങൾ സ്വന്തമായി പൈസ ഇട്ട് തന്നെ. എൻ്റെ അച്ഛൻ 30 വർഷമായി മരിച്ചിട്ട്. അച്ഛനെ എടുത്ത് ലങ്ങ് പള്ളിക്കുന്നമ്പുറത്ത് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ഈ റോഡ് ഇനി ഒരു ആളെ എടുത്തുകൊണ്ട് പോകരുതെന്ന്. അങ്ങനെ ഞങ്ങൾ പിരിച്ച് പൈസ ഇട്ട് ഈ വെട്ടിയ റോഡാണ് അത്. ഇപ്പോഴും അപ്പുറത്തെ അണ്ണനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ് ഈ റോഡ്. 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷമാണ് ഈ റോഡ് വെട്ടിയിട്ട്. അതിലേയും നമുക്ക് പോവണ്ട, ഇതിലേയും പോവണ്ട, അതുവഴിയും വരണ്ട. ഞങ്ങളിനി ഇലക്ഷന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി കിട്ടണം. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനോട്ട് ഞങ്ങൾ ആരും പോകില്ല, പോകാമെന്നുള്ളവരെ ഞാൻ തടയുകയും ചെയ്യും. ഇങ്ങോട്ട് ഇവിടെ നിന്ന് ആരും വോട്ട് ചോദിക്കാൻ ആരും വന്നിട്ടും കാര്യമില്ല. അതിന് നമുക്ക് ആവശ്യം അവിടെ നിന്ന് അക്കരയിൽ നിന്ന് ഒരു പാലം ഇട്ട് ഈ റോഡ് ബന്ധിപ്പിച്ച് നല്ല യാത്രയ്ക്ക് വേണ്ടി സുഗമമാക്കി തന്നാൽ ഞങ്ങൾ വോട്ടിന് ഇറങ്ങും. ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആരും ഇലക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ വരേണ്ട വോട്ട് ചോദിക്കാൻ പറ്റില്ല, കൊടുക്കുകയില്ല, ആരും പോകാൻ സമ്മതിക്കുകയില്ല. ഇലക്ഷൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്കാണ് അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്. അവർ ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ എത്രയോ വർഷം കൊണ്ട് പറയുന്നത്. എനിക്ക് എൻ്റെ മോനിപ്പോൾ 6 വയസ്സ് ആയി, 1ാം ക്ലാസ്സിലായി. അവനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ ഈ റോഡൊന്ന് ശരിയാക്കി തരണം, റോഡൊന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട്ടോ ഉള്ളതാണ്. ആ ഓട്ടോയിൽ പോകണം ബുദ്ധിമുട്ട് അമ്മക്കേ അറിയാവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെ വീടിന് അടുത്ത് അയൽവാസിയായിട്ടുള്ള ഒരു വിജയൻ സാറിൻ്റെ വൈഫ് തന്നെ നടുവൊടിഞ്ഞ് കിടന്നു. നടുവൊടിഞ്ഞപ്പം പോലും ഈ റോഡേ കൂടെ പോകാൻ പറ്റൂല. എന്തൊരു ബുദ്ധിമുട്ടാണ് കൊണ്ടുപോയെന്നാ. ഈ ചിതറാൽ പോവാൻ ഇതൊരു വഴിയുണ്ട്, ഹൈസ്കൂളിൽ പോകണം അതുവഴി റോഡുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു റോഡ് 4 റോഡുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഏതെങ്കിലും ഒന്ന് തന്നെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കൊച്ചുങ്ങളാണെങ്കിലും വയസ്സായവർ നടന്നെങ്കിലും പോകാനുള്ള സാഹചര്യം വേണം. നടക്കാനും ഒക്കൂല, ഓട്ടോറിക്ഷയിലും പോകൂല, എന്നാൽ വലിയ വണ്ടി വിളിച്ച് പോകാൻ അതും ഒക്കൂല. അങ്ങനെ എത്രയോ പേര് സ്ഥലം മാറി പോയി ഇവിടുന്ന്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് കർശനമായിട്ട് കിട്ടിയേക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇലക്ഷന് വോട്ടിന് പോകൂല. നമ്മൾ പാർട്ടിയൊന്നും നോക്കൂല, ആർക്കും കൊടുക്കൂല വോട്ട്. ഇവിടെ ഏകദേശം 350 കുടുംബങ്ങളുണ്ട് ടോട്ടൽ. ഈ അപ്പുറം കുറയാനും ഈ അക്കരെ കൂടെ നോക്കുകയാണെങ്കിൽ 500 കുടുംബത്തിനകത്ത് ആൾക്കാർ ജനവാസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കുറേ പേരൊക്കെ മാറി വാടകയ്ക്ക് പിള്ളേരെ പഠിത്തത്തിന് വേണ്ടി. കാരണം ഒരു സ്കൂൾ വണ്ടി വരുന്നില്ല, സ്കൂൾ വണ്ടി വലിയ വണ്ടി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ APRM ഒരു വണ്ടിയുണ്ട്, അത് ചെറിയ വണ്ടി ആയതുകൊണ്ട് അത് മാത്രം ഇറങ്ങി വരുന്നത്. അവർക്ക് ഒരു മാസം കൊടുക്കുന്നത് വണ്ടിക്ക് മാത്രം കൊടുക്കുന്നത് 1000 രൂപയാണ്. അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം AG സ്കൂളുണ്ട്, അവർക്ക് മെയിൻ റോഡിന് അവിടെ നിർത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ വീട്ടിൽ ചേച്ചി 2 മക്കളെയും കൊണ്ട് രാവിലെ 7 മണിയാകുമ്പോഴാണ് ഇവിടെ നടന്ന് കയറി അങ്ങ് റോഡിൽ കൊണ്ടാക്കി വണ്ടി കയറ്റി വിട്ടണം. വൈകുന്നേരം ആകുമ്പോൾ 3 മണിയാകുമ്പോൾ ചേച്ചി വീണ്ടും നടന്ന് പോകും, മക്കളെ വിളിക്കാൻ പോകും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഏതെങ്കിലും ഈ റോഡ് ആ പാലവും കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ആ റോഡ് ശരിയാക്കി നമുക്ക് അതുവഴി നമ്മൾ വയ്ക്കോളാം, കുഴപ്പമില്ല. ഈ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ ഇതുവഴി നമ്മൾ വയ്ക്കോളാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പ്രദേശത്തെ പ്രധാന ക്ഷേത്രമാണ് കുളത്തറ അപ്പൂപ്പൻ പാറ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു ചതുപ്പിൽ വാഹനങ്ങൾ പുതഞ്ഞു പോവുകയും കാൽനടയായി പോലും ഇവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പ്രദേശവാസികളുടെ വലിയൊരു ആവശ്യമാണ് ഇവിടെ സഞ്ചാരയോഗ്യമായ വഴി വേണം. ശരിക്കും ഈ ഒരു പ്രദേശത്തെ ഇവർ അവഗണിച്ചിട്ടിരിക്കുകയാണ്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം, കൃത്യമായുള്ള നടപടി ഉണ്ടാകണം. ഈ പ്രദേശത്തേക്ക് സഞ്ചാരയോഗ്യമായ വഴി വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ക്ഷേത്രമുറ്റത്തെ ആകെയുള്ള ഒരു സ്ഥലമാണ് ഈ കുളമായി കിടക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ആർക്കും വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിന് തൊട്ട് 2 ഭാഗത്തോടു കൂടിയാണ് ഇതിൽ പ്രധാനപ്പെട്ട വഴി കടന്നു പോകുന്നത്. നടവഴിയാണ്. ഈ നടവഴിയാണ് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ള വലിയൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ദുരിതങ്ങൾ മാത്രമാണ് ഈ റോഡിൽ
സമ്മാനിക്കുന്നത്. ഇവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. ഈ ഗ്രാമവാസികൾ പുറലോകത്തേക്ക് എത്താൻ ആശ്രയിക്കുന്ന ഏക ഒരു റോഡാണ് ഇത്. കല്ലൂട്ടാൻകുഴി ഭാഗത്തേക്കാണ് എത്തുന്നത്. അതുവഴി ചിതറ മെയിൻ റോഡിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ ഒരു വാഹനം പോലും ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഗ്രാമവാസികൾ ഇതുവഴി ശരിക്കും സർക്കസ് കാണിച്ചാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ തന്നെ നേരത്തെ കണ്ടതാണ്. ഒരു യുവാവ് ഇവിടെ വാഹനത്തിൽ മറിഞ്ഞു വീണത്. അങ്ങനെ വീഴുന്ന സംഭവങ്ങൾ നിത്യമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴയായി കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും വെള്ളക്കെട്ട് അനുഭവപ്പെടും. ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം. ഈ സ്കൂൾ വിട്ട് കുട്ടികളടക്കം ഇതുവഴി കടന്നു വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ചുമന്നു കൊണ്ടുവരേണ്ട സാഹചര്യം വളരെ ഗതികേടിലാണ് ഇവിടെയുള്ളവർ. ഇനിയെങ്കിലും ഇവരുടെ ആവശ്യം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കരുത്. അടിയന്തരമായിട്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.